സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ് സാർ. ഇതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ജില്ലയിൽ നിന്നടക്കം ധാരാളം കർഷകർ ഇന്ന് രാജ്ഭവനിലേക്ക് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് ചെയ്യുകയാണ്. ആ മാർച്ചിന് ആധാരമായ കാര്യങ്ങൾ പഠിക്കുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും സർക്കാർ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് സർ. കഴിഞ്ഞ ബജറ്റ് ചർച്ചയിലും എനിക്ക് ഇതേ വകുപ്പിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സർ മുഴുവൻ പട്ടികജാതി വികസനത്തിലേക്ക് പോയതുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ ന്യൂനപക്ഷ ക്ഷേമ കാര്യങ്ങളുമായി തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. CPM-ഉം LDF-ഉം നേതൃത്വം നൽകുന്ന സർക്കാരാണിത്. സത്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിങ്ങളുടെയും വിദ്യാഭ്യാസ വികസന മുന്നേറ്റം തടഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് RSS സംഘപരിവാർ ഫോബിയ കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വോട്ട് തട്ടുകയും അവരുടെ സംരക്ഷകരായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ വികസന സാമൂഹ്യ മുന്നേറ്റത്തെ തടയുകയും ചെയ്തിട്ടുള്ള പാർട്ടി. ഉദാഹരണം ധാരാളം പറയാം. മുയലിന്റെ കൂടെ ഓടുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പറയാം, സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം വികാരത്തൊപ്പം നിന്നു. അതോടൊപ്പം തന്നെ RSS-നെയും സംഘപരിവാറിനെയും കാട്ടി മുസ്ലിങ്ങളെ ഭീതിയിലാഴ്ത്തി ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് ചമയുകയും ചെയ്യുന്നു. ധാരാളം ഉദാഹരണങ്ങൾ പറയാം. ഒറ്റക്കാര്യം പറയാം. ഈ നിങ്ങളിപ്പോ മദ്രസാധ്യാപക ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടല്ലോ. 985-ൽ K. കരുണാകരൻ ഈ മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ കേരളത്തിൽ മുല്ലമുക്കരി പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് DYFI-കാരൻ കേരളത്തിലാകമാനം പ്രകടനം നടത്തി. 987-ൽ അതേ ഹിന്ദു വർഗീയതയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വോട്ടാക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾ. ആ ഉദാഹരണം പോരെ? ഉദാഹരണം ഒന്ന്. ഇനി വേണമെങ്കിൽ വീണ്ടും പറയാം. 1900 ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇവിടെയാണ് സർ. അത്തരം മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായി DYFI സമരം ചെയ്തു എന്ന് പറഞ്ഞത് സാർ വസ്തുതാവിരുദ്ധമാണ്. റൂൾ 307 അത് എക്സ്പെൻഡ് ചെയ്യണം, അത് നീക്കം ചെയ്യണം സാർ. മാത്രമല്ല, തുടർന്ന് ഒരുപാട് നമ്മുടെ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് മദ്രസാധ്യാപകർക്ക് കേരളത്തിൽ ആദ്യമായി പെൻഷൻ കൊടുത്തത്. അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ഞാനത് ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഞാൻ വെല്ലുവിളിക്കുകയാണ്. DYFI-ന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കട്ടെ, കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കട്ടെ. 87-ൽ ഹിന്ദു വർഗീയ ഉത്തേജിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി അന്ന് ഏറ്റവും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇതായിരുന്നു, മുല്ലമുക്കിൽ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അബ്ദുറബ്ബ് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളുകളും കോളേജുകളും എടുത്തപ്പോ എല്ലാം മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് RSS-ന് ആയുധമുണ്ടാക്കി കൊടുത്ത നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങൾ ഭാവിയിൽ തന്നെയെങ്കിലും ഈ നയം തിരുത്തതിന് വേണ്ടിയാണ്. കഴിഞ്ഞ പഞ്ചായത്തുകൾ വിഭജിച്ചപ്പോൾ പോലും പഞ്ചായത്തുകൾക്ക് പോലും വർഗീയതയുടെ മാനം നൽകിയത്, വർഗീയതയുടെ രൂപം നൽകി ആ രീതിയിൽ പ്രസംഗിച്ച് സങ്കടമുണ്ട് സർ. തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചത്. തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നയം തിരുത്തണം എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മുസ്ലിം പഞ്ചായത്തും മുസ്ലിം ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ RSS-ന് ആയുധം കൊടുത്ത നിങ്ങളാണ്. എന്തിനധികം പറയുന്നു? ഞാൻ പറയുന്നു ഈ സഭയിൽ പോലും ഷംസീർ അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചത് പച്ച ബ്ലൗസ്, പച്ചവോട്, ഇപ്രാവശ്യം ഇന്നലെ പോലും പ്രസംഗിച്ചു പച്ചമാങ്ങ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. ഈ രീതിയിലുള്ള സമീപനമാണ് നിങ്ങൾ മുസ്ലിങ്ങളോടും ന്യൂനപക്ഷങ്ങളോടും കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ പറയട്ടെ,
അതുകൊണ്ട് ഈ ന്യൂനപക്ഷ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മുസ്ലിം മുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ടാണോ എന്റെ സ്നേഹിതൻ KT ജലീലിനെ നിങ്ങൾ മന്ത്രിയാക്കിയത് എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ പറയട്ടെ, KT ജലീൽ ഈ വകുപ്പ് ഏറ്റെടുത്തപ്പോ കഴിഞ്ഞ മഞ്ഞളാംകുടി അലി സാഹിബ് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അന്ന് 2012 1 കോടി രൂപ ന്യൂനപക്ഷ വകുപ്പിന് വേണ്ടി നീക്കിവെച്ച് 2016-17 ഇറങ്ങിപ്പോകുമ്പോ 103 കോടി രൂപ, ഞാൻ പറയുന്നത് കേൾക്കി, ശാന്തമായി കേൾക്കി, 103 കോടി രൂപയായി 100 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. എന്നാൽ ആ 103 കോടി രൂപ KT ജലീൽ ഇപ്രാവശ്യം എന്താ ചെയ്തത്? കഴിഞ്ഞ UDF ഗവൺമെന്റ് 2016-17 ബജറ്റിൽ 103 കോടി രൂപ ഉൾപ്പെടുത്തിയത് ഒരു നായ പൈസ ചെലവഴിച്ചിട്ടുണ്ടോ? 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടോ? ആകെ ചെയ്തത് 32 കോടി രൂപ. ഞാൻ കാനൻ രാജേന്ദ്ര പ്രസാദിനെ പറഞ്ഞു ഓർമ്മ വരികയാണ്. 2016 കാനൻ രാജേന്ദ്രൻ ഈ വിധവകൾക്ക് വേണ്ടി 32 കോടി രൂപ നീക്കിവെച്ചപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വീടുണ്ടാക്കാൻ 32 കോടി രൂപ നീക്കിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടും വർഗീയ പ്രചരണം നടത്തി. ഞാനിത് സത്യമായിട്ട് പറയാണ്. 2000 മാർച്ചിൽ കാനൻ രാജേന്ദ്ര പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ആ 32 കോടി രൂപ സാർ വസ്തുതാപരമല്ലാത്ത ഈ അഭിപ്രായ പ്രകടനം രേഖയിൽ നിന്ന് മാറ്റം ചെയ്യണം. കാനൻ രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. മലപ്പുറം ജില്ലയുണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കേണ്ട. കാനൻ രാജേന്ദ്രൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. പരിശോധിക്കണം. ഞാൻ തെളിവ് ഹാജരാക്കി തരാം. വസ്തുതാപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും. പറയുന്നത് ആ 32 കോടി രൂപ കലക്ടർമാർക്ക് കൈമാറി എന്നല്ലാതെ KT ജലീൽ ഈ വകുപ്പ് ഏറ്റെടുത്തതിനു ശേഷം 1 രൂപ ചെലവഴിച്ചിട്ടില്ല, ഒരു നായ പൈസ ചെലവഴിച്ചിട്ടില്ല. മറിച്ച് ഈ വിധവകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിച്ച് അതിന്റെ ലിസ്റ്റ് പോലും പ്രിപ്പയർ ചെയ്യാൻ ഈ ന്യൂനപക്ഷ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. 1 രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ലിസ്റ്റ് പോലും പ്രിപ്പയർ ചെയ്യാൻ KT ജലീലിന്റെ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരി. മാത്രമല്ല ഒരു കാര്യം ഇവിടെ പറയണം. ഈ സ്വാഭാവികമായും ഈ ഒരു വകുപ്പിൽ ചെലവഴിക്കാതെ വന്നാൽ സാധാരണഗതിയിൽ ഈ പരിശോധിച്ച് നടപടിയെടുക്കാന്ന് പറഞ്ഞല്ലോ. രൂപീകരണത്തിന്റെ സമയത്ത് വസ്തുതയില്ലാത്ത കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞു. പദ്ധതി അദ്ദേഹം പൂർത്തിയാക്കട്ടെ. നിങ്ങളിരിക്കണം. അദ്ദേഹം പ്രസംഗിക്കട്ടെ. നിങ്ങളോട് ഇരിക്കേ. അദ്ദേഹം പ്രസംഗിക്കട്ടെ. നിങ്ങളോട് ഇരിക്കേ. സഹിഷ്ണുതയോടുകൂടി കേൾക്കേ. നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി കേൾക്കണം. വസ്തുതയല്ലാത്ത ഒരു കാര്യവും രേഖയിലുണ്ടാകില്ല. അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. നിങ്ങൾ ഇരിക്കണം. അങ്ങയുടെ സമയം അവസാനിക്കുന്നു. പ്ലീസ് ഇരിക്കണം. ദയവേത് അംഗങ്ങൾ ഇരിക്കണം. അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കട്ടെ. പ്ലീസ്. അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കട്ടെ. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യവും രേഖയിൽ ഉണ്ടാകില്ല. അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇരിക്കണം. ശ്രീ ബഷീർ സീറ്റിൽ പോണം. പ്ലീസ്. അത് വസ്തുതാപരമല്ലാത്ത പരാമർശങ്ങൾ രേഖയിൽ ഉണ്ടാകില്ല. നിങ്ങൾ ഇരിക്കണം. ശ്രീ ബഷീർ സീറ്റിൽ പോണം. ഇരിക്കണം. പ്ലീസ് ഇരിക്കണം. എല്ലാവരും ചെയറുമായി സഹകരിക്കണം. പ്ലീസ് ചെയറുമായി സഹകരിക്കണം. പ്ലീസ് ശ്രീ ബഷീർ, ഇത് ശരിയല്ല. എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് സാറാണ്. എനിക്ക് പ്രൊട്ടക്ഷൻ അങ്ങനെ അവസാനിപ്പിക്കണം. സമയം കഴിഞ്ഞു. ഈ കുറച്ച് എനിക്ക് പറയുവാനുള്ളത്
കുറച്ച് സഹിഷ്ണുത പാലിക്കണം. ശ്രീലത, വസ്തുതകൾ പറയുമ്പോ please. വസ്തുതകൾ പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നതിൽ എന്നോട് വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രസംഗിക്കുന്നതിന് പകരം എന്തെങ്കിലും കാര്യം ചെയ്യുന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് പറയുന്നത് സമയം കഴിഞ്ഞു. ഈ വിധവാ വീടിനുള്ള അങ്ങയോടാണ്, അത് അദ്ദേഹത്തോടാണ് പറഞ്ഞത്. നിങ്ങൾ പോലെ ഉണ്ടാക്കണ്ട. അങ്ങയോട് അദ്ദേഹത്തോടാ പറഞ്ഞത്, നിങ്ങൾ പോലെ ഉണ്ടാക്കണ്ട. അത് ചെയർ സൂചിപ്പിച്ചതാണ്. അങ്ങയുടെ സമയം ചുരുക്കണം. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം എനിക്ക് കിട്ടേണ്ടതുണ്ട്. അത് അവർ തടസ്സപ്പെടുത്തിയതാണ്. എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടതും എനിക്ക് സമയം അവസാനിപ്പിക്കണം. സർ, അത് തരണം. അവസാനിപ്പിക്കാൻ ആയില്ല സർ. എന്റെ നഷ്ടപ്പെട്ട സമയം മുഴുവൻ എനിക്ക് തരണം. ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടുള്ളൂ. ഒരു മിനിറ്റ് ഒന്നല്ല. ഞാൻ പറയുന്നത് കണക്ക് വെച്ചിട്ടാണ്. 32 കോടി രൂപ വിധവകൾക്ക് വേണ്ടി നീക്കിവെച്ച 32 കോടി രൂപ കലക്ടർമാർക്ക് കൈമാറി എന്നല്ലാതെ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്രാവശ്യം UDF ഗവൺമെന്റ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബജറ്റിൽ 103 കോടി രൂപ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ബജറ്റിൽ അത് ചുരുക്കിയിട്ട് 90 കോടി രൂപയ്ക്ക് ചുരുക്കി സർ. സാധാരണഗതിയിൽ ഈ വകുപ്പിനെ തന്നെ നെക്കിക്കൊല്ലാൻ ഈ വകുപ്പിന്റെ ആരാചാരരായി എന്റെ നിയമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അപ്പൊ അതുകൊണ്ട് ഈ വകുപ്പിൽ സാധാരണഗതിയിൽ പദ്ധതി ഫോർമുലേഷന്റെ സമയത്തൊരു പൊതുനയമുണ്ട്. എത്ര എക്സ്പെൻഡിച്ചർ ആയോ, എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോയാൽ അതനുസരിച്ച് കുറയുകയും എക്സ്പെൻഡിച്ചർ കൂടിയാൽ അതനുസരിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. UDF ഗവൺമെന്റ് 2012 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 100% ചെലവഴിച്ച മേഖലയിലാണ് ഇപ്രാവശ്യം ഒന്നും ചെലവഴിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ UDF ഗവൺമെന്റിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മദ്രസാ അധ്യാപക ക്ഷേമനിധി പെൻഷൻ അതിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഒന്നുമായില്ല. ജലീൽ യോഗം വിളിച്ചു എന്നല്ലാതെ ആരും ചേരാൻ തയ്യാറായിട്ടില്ല. UDF ഗവൺമെന്റ് സമയത്ത് 700 ആളുകൾ ചേർന്നത് 12,000 ആളുകൾ ചേർന്ന സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ അതേസമയം ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ പറഞ്ഞാലും ഈ പേര് മാറ്റിയിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടുള്ള വിപ്ലവമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. ആകെ ചെയ്തതെന്താ? KT ജലീൽ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞുകൊണ്ടാണ് ജലീലെ പ്രഖ്യാപിച്ചത്. ഈ സ്കീമിന്റെ മുഴുവൻ പേര് മാറ്റി വിധവാ വീടിന്റെ പേര് ഞങ്ങൾ വിധവാ വീടെന്ന് പേരിട്ടതിന് ഇമ്പിച്ചവാവ ഭവന പദ്ധതി എന്നാക്കി. അതുപോലെ തന്നെ ഞങ്ങൾ നൽകിയ മെറിറ്റോറിയസ് സ്കോളർഷിപ്പിന് ഈ മെറിറ്റ് സ്കോളർഷിപ്പിന് ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിട്ടി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പാലോളിയോട് തന്നെയെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തിരി സ്നേഹം കാണിക്കണം സർ. പാലോളി മുഹമ്മദ് കുട്ടി ഈ കോച്ചിംഗ് സെന്റർ ഫോർ മുസ്ലിം യൂത്ത് എന്നായിരുന്നു കേട്ടത്. അത് പേര് മാറ്റിയിട്ട് കോച്ചിംഗ് സെന്റർ ഫോർ മുസ്ലിം മൈനോറിറ്റീസ് എന്ന് മാറ്റി. എന്തിന് പാലോളിയിട്ട പേര് ജലീൽ മാറ്റിയത് സർ? അപ്പൊ അതുകൊണ്ട് മാത്രമല്ല കേന്ദ്ര പദ്ധതി ഒരു പണം പോലും കൊണ്ടുവരാനോ പദ്ധതി സംസ്ഥാനത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടപ്പാക്കാനോ ഈ ഗവൺമെന്റ് സാധിക്കില്ല. മാത്രമല്ല UDF ഗവൺമെന്റിന്റെ കാലത്ത് IDMI ആവട്ടെ അതുപോലെ തന്നെ മദ്രസ നവീകരണ പദ്ധതി ആവട്ടെ 100% നേടിയെടുക്കാൻ ഞങ്ങൾക്കായിട്ടുണ്ട് എന്ന് മാത്രമല്ല മഞ്ഞളാംകുടി അലി സാഹിബിന്റെ സമയത്ത് ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് സമയത്ത് ആദ്യം കേരളം 17ാമത്തെ സ്ഥാനമായിരുന്നു. എന്നാൽ UDF ഗവൺമെന്റ് കേരളത്തിലെ 1ാം സ്ഥാനം 100% ചെലവഴിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാന കേരളമാക്കി മാറ്റി. അവിടെ നിന്നാണ് നാം പിന്നോട്ട് പോയിട്ടുള്ളത്. അല്ല സാർ, എനിക്ക് പറയണം, എന്റെ സമയം മുഴുവൻ ഇവിടെ അത് ശരിയല്ല. പക്ഷേ അത് ചെറുതായി സഹകരിക്കണം. ഒറ്റ മിനിറ്റ് സാർ, അവസാനിപ്പിക്കാം സർ. ഞാൻ അവസാനിപ്പിക്കാം സർ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സർ. ഞാൻ അവസാനിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാന് ബഹുമാനപ്പെട്ട മന്ത്രി PC ജോർജ് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ പറയുന്നില്ല. പ്രസംഗം കൊണ്ട് കാര്യമല്ല, എന്തെങ്കിലും ചെയ്ത് കാണിക്കണം. എന്താണ് എനിക്ക് വളരെ വിനയത്തോടുകൂടി ജലീലടക്കമുള്ള സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ സർ, എന്റെ മണ്ഡലത്തിലൂടെ ഒരു കാര്യം കൂടി പറയട്ടെ സർ. അവസാനിപ്പിക്കും സർ. പിന്നെ എന്റെ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട പാർലമെന്റ് മിനിസ്റ്ററുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഹരിജന SC വിഭാഗം താമസിക്കുന്ന ഒരു കോളനിയുണ്ട് സർ, NH കോളനി. ആ കോളനിയിൽ ഒരു LP സ്കൂൾ UDF ഗവൺമെന്റ് അപ്ഗ്രേഡ് ചെയ്ത് UP ആക്കി. എന്നാൽ അവിടെ മുഴുവൻ 100% കുട്ടികൾ പഠിക്കുന്നത് SC-കളാണ്. ആ സ്കൂളിന്റെ കെട്ടിടത്തിന് വേണ്ടി ഞാൻ ഫണ്ട് ചോദിക്കുന്നു സർ. ഇതുവരെ ഫണ്ട് കിട്ടിയിട്ടില്ല. അത് അനുവദിക്കണം. അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പിൽ ധാരാളം കൊണ്ടോട്ടി താലൂക്ക് കൊണ്ടോട്ടി ഒരു എക്സൈസ് ഓഫീസ് കൂടി തുറക്കുന്നതിന് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥന ഒരിക്കൽ കൂടി എതിർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സർ. ഇങ്ങനെ ഈ നിലപാട് ശരിയല്ല. ചെറുമായി സഹകരിക്കണം പ്ലീസ്.
ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ, അങ്ങേക്ക് 6 മിനിറ്റ്. യെസ് പ്ലീസ്. എന്ത് പോയിന്റാ? യെസ് യെസ് യെസ്. സർ, ഇവിടെ ബഹുമാന്യനായ സർ പറയണം. പോയിന്റ് പറയട്ടെ. ഇങ്ങനെ സമയം കളയരുത്. പോയിന്റ് പറയട്ടെ. യെസ്, അങ്ങ് പറയണം. സമയം കൊടുത്തല്ലോ, നിങ്ങൾക്ക് സമയം കൊടുത്തല്ലോ. യെസ് പ്ലീസ്. സർ, ഇവിടെ ബഹുമാന്യനായ ടി വി സംസാരിക്കുമ്പോൾ അവിടുന്ന് മനഃപൂർവ്വമായ ആ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ചെയർ, ഒരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കാണ്. ദയവായി അങ്ങയുടെ റൂളിങ്ങിനെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അങ്ങ് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. വിമർശനം കേൾക്കാൻ അവർക്ക് തയ്യാറല്ല. അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകാനുള്ള ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. അങ്ങേ പോലുള്ള ഒരു മുതിർന്ന മെമ്പർ ഇങ്ങനെ സമയം അവതരിച്ച് ശരിയായില്ല. ഇത് നേരത്തെ അദ്ദേഹത്തിന് ആവശ്യമായ സമയം കൊടുത്തു. അതിനുശേഷം അങ്ങ് ഈ സമയം എടുക്കേണ്ടിയിരുന്നില്ല. അങ്ങേക്ക് സംസാരിക്കാം.